ഹലോ ഫ്രണ്ട്സ്, ഹായ് കൂട്ടുകാരെ. ഞങ്ങൾ ഇന്നൊരു അടിപൊളി മാമ്പഴം വെച്ചിട്ടുള്ള ഇതൊക്കെ മാമ്പഴം കേട്ടോ. നമ്മുടെ മാവിൻ്റെ മുകളിൽ നിന്ന് വീണ് കിട്ടുന്ന മാമ്പഴമാണ്. കയറി പൊട്ടിക്കുന്ന ആരുമില്ല. അപ്പോൾ ഇഷ്ടംപോലെ മാമ്പഴം ഇതിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. അത് ഞങ്ങൾ കുറേ ആളുകൾക്കൊക്കെ കൊടുത്തു. ഇനി ഇത് പറക്കി കൂട്ടി ഞാനിന്നൊരു മാമ്പഴം കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ മാമ്പഴം കൊണ്ടുള്ള ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മാമ്പഴം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഓരോ മാമ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കുറേ അധികമുള്ളത് കാരണം ഇത്തിരി പണിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മാമ്പഴമൊക്കെ നന്നായി പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഈ പാത്രത്തിലത്തെ മാങ്ങ നമ്മൾ കാലിയാക്കി ഫുള്ളും പൊളിച്ച് കഴിഞ്ഞു. ഇത് ഇത്രയും തൊലി അണ്ടിയൊക്കെ കിട്ടി കണ്ട, ഇത്രയും ജ്യൂസ് കിട്ടി മതി. അങ്ങനെ എൻ്റെ മക്കളെ മാങ്ങ മുഴുവൻ ഞാൻ എന്താ പറയുക, അതുമൊന്ന് മുഴുവൻ മാങ്ങയാൽ അരിഞ്ഞെൻ്റെ കൈയൊക്കെ കണ്ട, എൻ്റെ കൈയൊക്കെ ഒരു പരുവായി. ഈ കത്തിയിലെ മുനകൾ വന്ന് കൊണ്ടട്ടെ, നല്ല ഒരു സുഖമില്ല. മാങ്ങ ചെത്തി ഞാര് പോലെയുള്ള മാങ്ങ ആയതുകൊണ്ടേ ചെത്തി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഞാനൊരു എപ്പോൾ ഇരുന്നതെന്ന് അറിയാം, 2 മണിക്കൂറിൻ്റെ മേലെ 2-3 മണിക്കൂർ ഇരുന്നിട്ടാണ് എനിക്ക് ഇത്രയും മാങ്ങയുടെ ജ്യൂസ് കിട്ടിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടയേറെ അര ഭാഗം കിട്ടിയിട്ടാണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രാത്രിയായി. ഇനി ഞാൻ ഈ നേരത്തെ ഇത് ഒന്നും ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റില്ല. നേരെ ഫ്രിഡ്ജിൽ കയറ്റിക്കും. നാളെ മുഴുവൻ മിക്സിയിൽ ജാറിൽ അടിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ ജ്യൂസൊക്കെ നമുക്ക് ജ്യൂസല്ല, മാമ്പഴത്തിൻ്റെ പൾപ്പ് നമുക്ക് ഓരോ മിക്സിയിൽ ജാറിൽ ഓരോ അടി അടിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. ഇതിലൊക്കെ അടിഞ്ഞിട്ടുണ്ടല്ലേ, നല്ല പൾപ്പ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഈ മാമ്പഴത്തിൻ്റെ പൾപ്പ് മുഴുവൻ ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. ഒരു ഇതിൽ കുരുക്കൾ ഇറങ്ങുന്നുണ്ട്, അത് ഏലക്കായയുടെ കുരു കേട്ടോ, മറന്നുപോയി കാണിച്ചു തരാൻ. അപ്പോൾ ഏലക്കായും പിന്നെ ഒരു 1/2 കിലോന് മേലെ പഞ്ചസാരയും കൂടി അടിച്ചതാണിത്. നമുക്കിതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ കണ്ടേക്കാളും കുറച്ച് ജ്യൂസ് ഞങ്ങൾ ഇതിൻ്റെ മാങ്ങയുടെ പൾപ്പ് എടുത്ത് വെച്ചു കേട്ടോ, മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനായിട്ട്. കേട്ടോ മിൽമേര നെയ്യാട്ടാ. ഇത് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഇതിൽ നമുക്ക് നെയ്യ് പോയി വൈകി. അപ്പോൾ പകുതിയെ ഞങ്ങൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, പകുതി നാളെ ഒഴിക്കാം. ഇതൊന്ന് സെറ്റായിട്ട് നാളെ ഒഴിക്കാം. അമ്മേ
കിട്ടാൻ ഫോൺ അടിക്കുന്നു. കഴിക്കാൻ കഴിഞ്ഞിരുന്നത് ഇവിടെ ഫ്രിഡ്ജിന്റെ മുകളിലോ ഉരുട്ടെടുക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോ മടക്കുകളും അല്ലെങ്കിൽ മടക്കി ചുരുട്ടിയിട്ട് മുറിച്ചാ മതി. മൊത്തം എന്താ എത്ര വലിയ അത്യാവശ്യം. നോക്കും. മാങ്ങത്തിര മാമ്പഴത്തര എന്തോരം മാങ്ങ കിടക്കുന്ന അവിടെ എന്നെ കൊണ്ട് വയ്യത് പറക്കാൻ എൻ്റെ മുട്ടുവേന കൂടാന്നല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ മാങ്ങ തന്നെയാട്ടത് വെള്ളം വേണ്ട. ചോറാ പോണീത്തെടുത്താ മറ്റേ ഞപ്പ വരാം. മതി അറിഞ്ഞിട്ട് അതോടെ വെച്ചോണ്ടാണ് ഞങ്ങളുടെ മാമ്പഴം കണ്ട ഒരാൾക്ക് മതിയായി. മാമ്പഴം മതിയായി എല്ലാവർക്കും. മാവിക്ക് മാമ്പഴം വേണടാ, മാങ്ങത്തേര വേണ്ട, മാമ്പഴത്തേര വേണ. കണ്ട ഇത് കണ്ട ഇത് കടിച്ചു നോക്കടാ. ചേട്ടനെ വിളിച്ച ചേട്ടപ്പ കടിച്ചാ ഞാൻ തോന്നിച്ചേട്ടൻ. മാങ്ങ ഇപ്പോഴും നിറച്ച് നിറച്ച് പറമ്പിൽ വീണ് കിടക്കണണ്ട. ഒരു ലക്ഷം മാങ്ങയുണ്ട് അതിൻ്റെ ഈ മാവ് തോറ്റു മാങ്ങ വീണിട്ട്. വല്ല കടയിലും കൊണ്ടുപോയി കൊടുക്കാറുന്നില്ല റിഫി മാമ്പഴം ഉണ്ടാക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 5 ദിവസമാണ് ഞങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയത്. അതിൽ നിന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ അടർത്തി നമ്മളിങ്ങനെ മുറിച്ച് ചുരുളുകളാക്കി എടുത്തു. ഇപ്പോൾ അതേ കണ്ട നീരുണ്ടല്ലേ, എങ്ങനെ നല്ലൊരു എത്ര കാലം വേണമെങ്കിലും ഇത് എടുത്ത് വെച്ച് നമുക്ക് കഴിക്കാം. മാങ്ങ ഇല്ലാത്ത കാലത്തൊക്കെ ഈ മാങ്ങേരെ ഇത് എടുത്ത് വെച്ചിട്ട് കഴിക്കാം. ഇത് കഴിച്ചു നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മാങ്ങയുടെ ടേസ്റ്റ് സത്യമായിട്ടും നല്ല മാമ്പഴം കഴിക്കുന്ന അതേ ഒരു അനുഭവം. അപ്പോൾ നമുക്ക് ഏത് മാമ്പഴത്തിൻ്റെ ഈ സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു വിലയില്ല, അവർക്കറിയില്ല, അവർ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ സൂപ്പർ സാധനം കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു കവറിലൊക്കെ ആക്കി
വൃത്തിയായിട്ട് ഭദ്രമായി സൂക്ഷിക്കാം. നമ്മുടെ ഈ മാങ്ങക്കാലൊക്കെ കഴിയുമ്പോൾ മാങ്ങ കിട്ടാത്ത കാലത്ത് നമുക്ക് ഈ മാങ്ങ ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ മാമ്പഴം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബൈ. ബൈ. ഞാൻ എന്താ പറയാനോ